പേളിമാനിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ വന്നിട്ടുണ്ട്. വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അബദ്ധം പറ്റിയതാ. ഒരു അറിവുകേട് ആർക്കാ സംഭവിക്കാത്തല്ലേ. പക്ഷെ അബദ്ധം പറ്റിയത് മുഴുവൻ നമുക്കാണെന്നാണ് പുള്ളിക്കാരത്തി അതിനകത്ത് പറയുന്നത്. പുള്ളിക്കാരത്തി വളരെ ആത്മാർത്ഥമായി നിഷ്കളങ്കമായിട്ടുള്ള മനസ്സോടുകൂടി ഒരു പോസ്റ്റ് ഇട്ടു. പക്ഷെ ആ പോസ്റ്റിനെ ആവശ്യമില്ലാത്ത രീതിയിൽ ചിത്രീകരിച്ച് അർത്ഥം മനസ്സിലാക്കാത്ത വിദ്യാഭ്യാസമില്ലല്ലോ ചില ആളുകൾ അതിനെ വലിച്ചു കീറി വേറെ രീതിയിലാക്കി എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. പിന്നെ ആ പോസ്റ്റ് ഇട്ട ആ ഒരു കളറുണ്ടല്ലോ, അത് എഡിറ്റ് ചെയ്യുന്ന ആപ്പ് വരെ പറഞ്ഞിട്ടുണ്ട്. ക്യാൻവ എന്ന് പറയുന്ന ഒരു ആപ്പിൽ കൂടെയാണ്. അപ്പോൾ ആദ്യം കണ്ടൊരു കളർ അങ്ങോട്ട് ചൂസ് ചെയ്തു. അതിനപ്പുറത്തേക്ക് എൻ്റെ നിഷ്കളങ്കമായ മനസ്സിൽ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ആ നല്ലൊരു പോസ്റ്റിനെ, അതും നല്ല സമയത്തിട്ട് ആ ഒരു പോസ്റ്റിനെ വലിച്ചു കീറി മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിച്ചത് നമ്മളെല്ലാവരുമാണ് എന്ന് പുള്ളിക്കാരത്തെ ഇൻഡയറക്റ്റ്ലി പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിലൂടെ ക്ഷമയും പറയുന്നുണ്ട്. അതെന്തിനാ ബാക്കിയുള്ളവർ ചെയ്ത തെറ്റിന് പേളിമാണി ക്ഷമ പറയുന്നത്? പിന്നെ പ്രശസ്തനായിട്ടുള്ള സംവിധായകൻ സിബി മലയിലിനെ കുറിച്ച് പേളിമാണി എന്ന് പറയുന്ന ഇൻഫ്ലുവൻസറിനെ അങ്ങോട്ട് മാറ്റി വെച്ച മോട്ടിവേഷൻ സ്പീക്കർ, എനിക്ക് തോന്നുന്നു കുറച്ച് 10 വർഷത്തിലേറെ എങ്ങാണ്ടായി പുള്ളിക്കാരത്തി ഇൻസ്റ്റഗ്രാമിലൂടെയും യൂട്യൂബിലൂടെ എപ്പോഴും പറയുന്ന കാര്യം, നിങ്ങൾ ആരും ചെറുതല്ല, നിങ്ങൾ ആരും വലുതാണ്, നമ്മളെല്ലാവരും ഒരുപോലെ വലുതാണ്, നമുക്ക് ആരും ചെറുതായി കാണാൻ പറ്റില്ല, നമുക്കൊക്കെ നമ്മളുടേതായിട്ടുള്ള ടാലൻറ്റുകളുണ്ട്, മറ്റുള്ളവർക്കും അതുപോലെ ഉണ്ട് എന്ന് പറയുന്ന പേളിമാണി അങ്ങനെ ഒരു വാക്ക് വായിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത്രയും വർഷം പറഞ്ഞു നടന്ന ആ കാര്യങ്ങളൊക്കെ, മോട്ടിവേഷനൊക്കെ ബിസിനസ് ആയിരുന്നു അല്ലേ, സ്ക്രിപ്റ്റ് മാത്രമായിരുന്നു. അതായത് മോട്ടിവേഷൻ കോണ്ടന്റുകൾ ഇടണം എന്ന് വിചാരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ട് എല്ലാവരെയും അങ്ങോട്ട് സോപ്പിട്ട് സുഖിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറയണം. അത് ചെയ്യാൻ പറ്റില്ല എന്ന് പുള്ളിക്കാരത്തേക്ക് അറിയാം. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് സിബി മലയിൽ എന്ന് പറയുന്ന സംവിധായകനെ. എനിക്ക് തോന്നുന്നു ഈ ജനറേഷനിലുള്ള കുട്ടികൾക്ക് പോലും, ജന ആൽഫയ്ക്ക് പോലും സിബി മലയിൽ ആരാണെന്ന് വ്യക്തമായിട്ട് അറിയാമല്ലേ. അങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയയുടെ, അതായത് ഒരു ക്യാമറ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കമൻറ്റുകൾ ചാർത്തി കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കർ, ഇൻഫ്ലുവൻസർ എന്നുള്ള പേളിമാണിയെ ഞങ്ങൾക്ക് മാറ്റിവെക്കാം. അതായത് മോട്ടിവേറ്റ് ചെയ്യുന്ന പേളിമാണിക്ക് എന്തൊക്കെ ഏതവസരങ്ങളിൽ സംസാരിക്കണമെന്നോ എഴുതണമെന്നോ പോലും തിരിച്ചറിവില്ലാത്ത ഒരു മോട്ടിവേഷൻ സ്പീക്കർ. അതിലും വളരെ നല്ല സന്തോഷമുണ്ട്, വളരെ എനിക്ക് രോമാഞ്ചം വരികയാണ്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞത്, എനിക്ക് അത്ഭുതം വരുന്ന കാര്യം, ഇത്രയും അധികം മിസ്റ്റേക്സ് ഞങ്ങളൊക്കെ ചെയ്തല്ലോ, പിന്നെ എന്തിനാ ഇടയ്ക്കിടയ്ക്കിരുന്ന് ഈ സോറി പറയുന്നത്? ഈ സംവിധായകൻ സിബി മലയിലിനെ പരാജയനായ ഒരു സംവിധായകൻ എന്ന് പറഞ്ഞതിനെക്കുറിച്ച് വളരെ സങ്കടത്തോടു കൂടി പുള്ളിക്കാരത്തി സോറി പറയുന്നത്. ആ മുഖത്ത് വരുന്ന ഭാവങ്ങൾ, സാധാരണ പേളിമാണിയുടെ ഏത് വീഡിയോസൊക്കെ എടുത്ത് നോക്കുവാണെങ്കിലും ആരെങ്കിലും കാണുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കരഞ്ഞ് സങ്കടപ്പെടുന്ന പേളിമാണിയുടെ കണ്ണിൽ കരയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ അങ്ങോട്ട് വരുന്നില്ല. എൻ്റെ പൊന്നു പേളി, ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയിൽ ആ സിബി മലയിലിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിയുന്ന ആളുകൾക്ക് എന്താണ് മനസ്സിലായതെന്ന് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയുക. ഇനി എൻ്റെ ചിന്താഗതിയുടെ കുഴപ്പം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട്, അതായത് അങ്ങനെ ഞാൻ എഴുതിയതിലും പറഞ്ഞതിലും ചിന്തിച്ചതിലും എനിക്ക് ദുഃഖമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ഷമാപണം നടത്തുന്ന പോലെ പറയുന്നു. പിന്നെ ആ ഒരു സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ, ഈ സിബി മലയിൽ എന്ന് പറയുന്ന ആളുടെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ തലയിലേക്ക് സകല കുറ്റങ്ങളും എടുത്തു വെച്ച് സംസാരിക്കുന്ന പോലെ ഈ പേളിമാണി ഈ അടുത്തിടെ എല്ലാവരും എന്താണ് പറയുന്നത്, ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരാളെന്നൊക്കെ പറയുന്നുണ്ട്, മെഴുകി സംസാരിക്കാൻ മിടുക്കിയാണെന്ന്. ഈ എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് 100% ബോധ്യപ്പെട്ടു. കാരണം സിബി മലയിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സംവിധായകൻ്റെ മകനാണ് സകല തെറ്റും ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ എല്ലാം പുള്ളിയുടെ ഭാഗത്ത് തെറ്റുകൾ കൊണ്ടുവച്ചിട്ട്, അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തു, അതുകൊണ്ട് എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നു, എക്സ്ക്യൂസുകളുടെ തമ്പുരാട്ടിയാണ് പേളിമാണി എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലായി. ഇത്തരം ഇങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ഈ മോട്ടിവേഷനൊക്കെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ സാഹചര്യങ്ങളെ എങ്ങനെ തക്ക രീതിയിൽ വിനിയോഗിക്കണമെന്ന് പോലും അറിയാതെ സാഹചര്യങ്ങളെ എങ്ങനെ മുതലെടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന ആ ചിന്താഗതി അല്ലെങ്കിൽ ആ ബുദ്ധിയുള്ള ആളുകൾ എന്തിനാണ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ അവനവൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞ്, അറ്റ്ലീസ്റ്റ് ലോകമറിയുന്നൊരു സംവിധായകൻ, പേളിക്കും അറിയാം അദ്ദേഹം വലിയ ഒരു സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ എത്ര ചിത്രങ്ങൾ നമ്മുടെയൊക്കെ പാരൻസ് പറയും നമ്മളെക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ച്. അപ്പോൾ പേളിയുടെ പാരൻസിനും ഒക്കെ അറിയാമായിരിക്കും. എന്നിട്ടും ലോകമറിയുന്ന കഴിവുള്ള ഒരാളെ ലോകത്തിൻ്റെ മുന്നിൽ വെച്ച് പരാജിതനെന്ന് വിളിക്കുമ്പോൾ എത്രമാത്രം വിവരം ഉണ്ടായിട്ടാണ്, എത്രമാത്രം അർത്ഥശൂന്യമായിട്ടുള്ള രീതിയിലാണ് ചിന്താഗതികൾ പോകുന്നത്. അപ്പോൾ എക്സ്പ്ലനേഷൻ വീഡിയോ വളരെ നന്നായിരുന്നു. ക്ഷമാപണങ്ങൾ 6-7 പ്രാവശ്യം നടത്തുന്നുണ്ട്, പക്ഷേ പറയുന്നത് മുഴുവൻ തെറ്റൊക്കെ നമ്മുടെ ഭാഗത്തും. എക്സ്പ്ലനേഷൻ വീഡിയോയിൽ കൂടുതലായിട്ടും കണ്ടത് ഒരു നല്ല അഭിനേത്രി ഇരുന്ന് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഈ
കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഈ ബാലൻസിങ് സ്റ്റാർ എന്നുള്ള രീതിയിൽ പേളിയെ നല്ല രീതിയിൽ പ്രശസ്തി ആർജിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ബാലൻസ് ചെയ്ത് സംസാരിക്കാൻ എന്തൊരു കഴിവാടോ തനിക്ക്! ഇങ്ങനെയൊക്കെ ആളുകളുണ്ടോ? ഏതൊക്കെ രീതിയിലൂടെയാണ് താങ്കളുടെ കഴിവുകൾ ഞങ്ങൾ അറിഞ്ഞു വരുന്നത്? നല്ല ഒരു ഇൻഫ്ലുവൻസർ, കോണ്ടന്റുകൾക്കൊരു ക്ഷാമവുമില്ല. ഇനി അടുത്തൊരു കോണ്ടന്റ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് തിരിച്ചറിയുന്ന ഏതോ യൂറോപ്യൻ കൺട്രിയിൽ സോളോ ട്രിപ്പിൻ്റെ ഇടയ്ക്ക് ജാക്കറ്റും ക്യാമറയൊക്കെ പിടിച്ചുകൊണ്ട് നിന്നപ്പോൾ താനൊരു നല്ല അമ്മയാണോ എന്നുള്ള തിരിച്ചറിവുകൾ വരുന്ന ഒരു വീഡിയോ വരുന്നുണ്ടെന്നുള്ള സൂചനയായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ അത് കൺക്ലൂഡ് ചെയ്തത്. കുറേ ഇമോഷണൽ സോങ്സിൻ്റെ BGM ഒക്കെ ഇട്ട് കൺക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതിനെക്കുറിച്ച് വരും. അതായത് നല്ല കോണ്ടന്റ് ക്രിയേറ്ററാണ്, പിന്നെ നല്ലൊരു ഇൻ്റർവ്യൂവറാണ്. അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. 1-2 ആളുകളുടെ ഇൻ്റർവ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഒട്ടും ചിരിക്കാതെ വളരെ സീരിയസ് ആയിട്ട് എല്ലാ ഇൻ്റർവ്യൂകളിലും പങ്കെടുത്തുകൊണ്ടിരുന്ന ചില മഹത് വ്യക്തികളെ വളരെ സന്തോഷപൂരിതരാക്കി. അതൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ മജോറിറ്റി എനിക്ക് തോന്നുന്നു ഇവരുടെ ചാനലിൽ അടിക്കടി വരുന്ന ഒരു സ്റ്റാർ, ആ സ്റ്റാറുമായിട്ടുള്ള ഇൻ്റർവ്യൂ, ആ സ്റ്റാർ വളരെ മാന്യനായിട്ടാണ് ആ ഇൻ്റർവ്യൂവിൽ ഇരിക്കുന്നത്. പക്ഷേ ഈ പുള്ളിക്കാരത്തി ഈ കുറേ കോഷ്ടികളുണ്ട്, കുറേ കൊഞ്ചലുകളുണ്ട്. പോടാ അവിടെ ഡാഡി പോളി എന്നൊക്കെ വിളിച്ച് കൊഞ്ചി കുഴയുന്നത് ചില ആളുകളോട് മാത്രമാണെന്ന് വ്യക്തമായി മനസ്സിലാക്കുന്ന ആളുകൾക്കും അത് മനസ്സിലാകുന്നുണ്ട്. പിന്നെ പേളി എക്സ്പ്ലനേഷൻ വീഡിയോയിൽ പറയുന്നത് എല്ലാ പാർട്ടിയും എനിക്ക് പ്രിയപ്പെട്ടതാണ്. ഞങ്ങൾക്കും പ്രിയപ്പെട്ടതാണ് എല്ലാ പാർട്ടിയും. ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ നമുക്ക് എല്ലാ പാർട്ടിയും പ്രിയപ്പെട്ടതാണ്. പിന്നെ അടുത്ത കാര്യം, എല്ലാ പാർട്ടിയിലുള്ള ആളുകളും എൻ്റെ അടുത്ത ആളുകളാണ്. ഞങ്ങൾക്കും എല്ലാ പാർട്ടിയിലുള്ള ആളുകളും അടുത്ത ആളുകളാണ്. ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിലും എല്ലാവരെയും ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് VD സതീഷിനെ ഫോളോ ചെയ്യുന്നുണ്ട്, പിണറായി വിജയനെ ഫോളോ ചെയ്യുന്നുണ്ട്, മോഡിയെ ഫോളോ ചെയ്യുന്നുണ്ട്, പിന്നെ ട്രംപിനെ ഫോളോ ചെയ്യുന്നുണ്ട്, ബറാക്ക് ഒബാമയെ ഫോളോ ചെയ്യുന്നുണ്ട്. എല്ലാ ആളുകളെയും ഞങ്ങൾക്ക് ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളുടെ വളരെ അടുത്ത ആളുകളാണ്. അപ്പോൾ ഇങ്ങനെയൊന്നും, അതായത് ഇൻഡയറക്റ്റ്ലി പറയുകയാണ് എനിക്ക് പൊളിറ്റിക്സിലുള്ള എല്ലാവരോടും നല്ല ബന്ധമൊക്കെ ഉണ്ട്, ഇനിയെങ്കിലും എന്നെ എയറിൽ നിന്ന് താഴെ നിർത്തൂ എന്നുള്ള ബാലൻസ് ചെയ്തുള്ള സംസാരങ്ങൾ. എൻ്റെ പൊന്നു പേളി, സത്യം പറഞ്ഞാൽ ഡിബേറ്റിനൊക്കെ പോയിരിക്കാൻ കൊള്ളാം. പിന്നെ കള്ളങ്ങൾ, ഈ കള്ളങ്ങൾ പറയുമ്പോഴാണല്ലോ ബാലൻസിങ് എന്ന് പറയുന്ന സംഭവം വരുന്നത്. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഉണ്ണി വ്ലോഗ്സിലാണെന്ന് തോന്നുന്നു, അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഒരു റൗണ്ട് ടേബിൾ സെഷൻ്റെ ഒരു വീഡിയോ. എനിക്ക് തോന്നുന്നു തമിഴ് ചാനലിൽ എവിടെയോ ആണ്. അപ്പോൾ ഞാനതൊക്കെ തപ്പി കണ്ടുപിടിച്ചപ്പോൾ അതിനകത്ത് പറയുന്നത് മുഴുവൻ പച്ച കള്ളങ്ങൾ, അതും അത്ര ഫേമസ് ആയിട്ടില്ല. പേളിയും ഓഫ് കോഴ്സ് ഫേമസ് ആണ്, പക്ഷെ അവരുടെയൊക്കെ മുന്നിലിരുന്ന് നട്ടാകുറുക്കാത്ത കള്ളങ്ങൾ പറയുന്നതേ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം. അവർ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ യൂട്യൂബ്, അതായത് ഈ നെഗറ്റീവ് കോമൻസ് വരുന്നതെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തിന് ഒരു ഒറ്റ നെഗറ്റീവ് കോമൻസ് ഇല്ല എന്നാ പറയുന്നത്. സത്യമല്ലേ? നെഗറ്റീവ് കോമൻസ് എപ്പോൾ വന്നാലും മെനക്കെട്ട് കുത്തി ഒന്ന് ഡിലീറ്റ് ചെയ്യും. പേളി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പേളിക്കും പേളിയുടെ ക്രൂവിനും ഒരു 20 ദിവസം ഉറക്കം കാണില്ല. എല്ലാ നെഗറ്റീവ് കമൻസും മെനക്കെട്ടിരുന്നത് അതിന് വേണ്ടിയിട്ട് OT എമൗണ്ട് കൊടുക്കുമായിരിക്കും അവർക്ക്. എനിവേയ്സ്, പുള്ളിക്കാരത്തി നെഗറ്റീവ് കമൻസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അവർക്കൊരു സംശയം, ഇനി യൂട്യൂബ് ചാനൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സ്റ്റാഫ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ഈ പുള്ളിക്കാരത്തി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ആരുമില്ലെന്ന്. ഇവരുടെ ചാനലിൽ തന്നെ ഇവരുടെ യൂട്യൂബ്, അതായത് പേളിമാണി ഷോ നടത്തുന്ന സ്റ്റുഡിയോയിലിരിക്കുന്ന 10-15 സ്റ്റാഫ്സ്, അതിൽ എഡിറ്റിംഗ് സിംഗം എന്ന പേരുള്ള ഇൻസ്റ്റഗ്രാമിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. ആ പയ്യനാണ് ഇവരുടെ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഈ യൂട്യൂബിൻ്റെ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ലല്ലോ, എഡിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ലോ, ഇവരൊക്കെ മെനക്കെട്ടിരുന്നാണ് ഈ നെഗറ്റീവ് കോമൻസ് ഡിലീറ്റ് ചെയ്യുന്നത്. പച്ചക്കള്ള അത്രയും ക്യാമറയ്ക്ക് മുന്നിൽ ഈ പുള്ളിക്കാരത്തി പറഞ്ഞല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉണ്ടല്ലോ, സ്റ്റാഫ് ഒന്നും ഇല്ല എന്ന് പുള്ളിക്കാരത്തി പറയുമ്പോൾ മോട്ടിവേഷൻ സ്പീക്കറായ സത്യസന്ധയായ കരളലിവ് എല്ലാവരെക്കാട്ടിൽ കൂടുതലുള്ള പേളിമാണിയുടെ റിയൽ ഫേസ് എക്സ്പോസ് ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷേ അത് പറഞ്ഞ സമയമാണ് ഇവിടെ മോശമായി പോയത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലാതെ നമ്മുടെയൊക്കെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എല്ലാ പാർട്ടിയിലുള്ള ആളുകളുമുണ്ട്. അവരെയൊക്കെ നമ്മൾ മാറ്റി നിർത്തുകയാണോ ചെയ്യുന്നത്? ഒരിക്കലുമല്ല. പക്ഷേ ഈ ഒരു സമയം തന്നെ നിങ്ങൾ നോക്കി സെലക്ട് ചെയ്തെടുക്കാനുള്ള കാര്യം എന്നറിയാമോ? ഇതൊരു കർമ്മയാണ്. കാരണം ഈ ഒരു സമയത്തെ ആളുകൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവത്തില്ല. ഇലക്ഷൻ സമയത്തൊക്കെ നിങ്ങളിങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ഡ്യുവൽ ഫേസ് ആർക്കും മനസ്സിലാകത്തില്ലായിരുന്നു. ഈ കുഞ്ഞുങ്ങൾ അവിടെ പോയി അവരുടെ അവകാശങ്ങൾ എന്ന് പറയുമ്പോഴേ തിയേറ്ററിൽ പോകാനും ജിമ്മിൽ പോകാനും, അതല്ലെങ്കിൽ പേളിമാണിയുടെയൊക്കെ ചിന്താഗതികളിൽ മറ്റ് തോന്നിയാസം കാണിക്കാനുള്ള ലൈസൻസിന് വേണ്ടിയിട്ടല്ല അവരവിടെ പോയി കിടന്ന് സമരം ചെയ്ത്. വിദ്യാഭ്യാസം ഏതൊരു വ്യക്തിയുടെയും ഏതൊരു പൗരൻ്റെയും ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ഒന്നാണ് വിദ്യാഭ്യാസം സമരം ചെയ്തെടുത്ത തലമുറ ഏതെങ്കിലും സമരങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ
പണ്ടൊക്കെ സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നിനും കൊള്ളില്ല എന്ന് നമ്മൾ വിധി എഴുതിയ ജൻസികൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോയി സമരം ചെയ്യുന്നു, അടികൊള്ളുന്നു, എത്ര പെല്ലറ്റ്സാണ് കണ്ണിലൊക്കെ തുളഞ്ഞു കയറി, അതുപോലെ കൈയൊടിഞ്ഞു, കാലൊടിഞ്ഞു, പട്ടിണി കിടന്നു, അടികൊണ്ടു, എന്നിട്ടും അവർ ഒരു തരി പോലും പിന്മാറിയില്ല. എത്ര കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തു, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ നീറ്റിൻ്റെ എക്സാം റദ്ദ് ചെയ്യപ്പെട്ടു. അവർക്കറിയാം വിദ്യാഭ്യാസത്തിൻ്റെ വില. ചുമ്മാതെ ഈ കമൻറ്റ് സെക്ഷനിലൊക്കെ പറഞ്ഞതുപോലെ AC റൂമിൽ വെറുതെ ഇരുന്ന് എഡിറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, ഈ പരിപാടികൾ ചെയ്യുന്നവർക്ക് നീറ്റ് എന്താണെന്ന് അറിയത്തില്ലായിരിക്കും. എന്താണെങ്കിലും ആ ഒരു പിള്ളേരുടെ ആ ഒരു കഷ്ടപ്പാടിൻ്റെ ഇടയിൽ ഈ ലോകം മുഴുവൻ അവരെ ചേർത്ത് നിർത്തി. ഇന്ത്യക്കാർ മാത്രമല്ല, എനിക്ക് തോന്നുന്നു സമരത്തിൻ്റെ ഇടയ്ക്ക് ജർമ്മൻ സിറ്റിസൺസൊക്കെ ഉണ്ടായിരുന്നു. UK നിന്നൊക്കെ ടൂറിസ്റ്റുകളായിട്ട് വരുന്ന സിറ്റിസൺസൊക്കെ ആ സമരത്തിൻ്റെ ഇടയിൽ നിന്നാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഗൂസ് ബംസ് തോന്നി കേട്ടോ. അവർക്ക് പോലും മനസ്സിലായി ഇത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണെന്ന്. അതിൻ്റെ ഇടയിലൂടെ വന്ന് ഒരുമാതിരി സ്വഭാവം കാണിച്ചത്, നിങ്ങളുടെ റിയൽ ഫേസ് എക്സ്പോസ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് ഒരുക്കിയ ഒരു ടൈമായിട്ടാണ് ഇവിടെ ഞങ്ങളെല്ലാവരും അതിനെ കാണുന്നത്. അതിനെ ഇനി എത്ര വന്ന് ഇതുപോലെ എക്സ്പ്ലനേഷൻ വീഡിയോ കരഞ്ഞ് മെഴുകി കാണിച്ചാലും, ചുമ്മാതെ മുടി ഇങ്ങനെ വീട്ടിൽ നിൽക്കുന്ന പോലെ കെട്ടി വെച്ചിട്ട് നോ മേക്കപ്പ് ലുക്കിലൊക്കെ വന്നിരുന്ന് കഴിഞ്ഞാൽ അയ്യോ പേടി ഒരുപാട് സങ്കടത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് പറയുകയാണ് എന്നൊന്നും ഞങ്ങൾക്ക് തോന്നത്തില്ല. ബിക്കോസ് യൂണിവേഴ്സിനറിയാം ശരി ഏതാണ് തെറ്റ് ഏതാണെന്ന് കേട്ടോ. മോട്ടിവേഷൻ സ്പീക്കർ വളരെ നന്നായിട്ടുണ്ട്. വർഷങ്ങൾ കൊണ്ട് നിങ്ങളാരും ചെറുതല്ല, നമ്മളാരും മറ്റുള്ളവരെ ചെറുതായി കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന ഒരു വ്യക്തി ഇത്ര വലിയ, അത് മോട്ടിവേഷൻ 10-15 വർഷങ്ങൾക്ക് മുന്നേ നടക്കുന്നുണ്ട്. 10-15 വർഷങ്ങൾക്ക് ശേഷം വന്നിരുന്ന് വിലയില്ലാത്തവൻ, പരാജയപ്പെട്ടവൻ എന്നൊക്കെ പറയണമെങ്കിൽ ചില്ലറയൊന്നും അല്ല ചങ്കൂറ്റവും വിവരമില്ലായ്മയും എന്നുള്ളൊരു കാര്യം ലോകം മനസ്സിലാക്കിയിരിക്കുന്നു എന്നൊരു കാര്യം വളരെ ബഹുമാനത്തോടു കൂടി ഓർമ്മിപ്പിക്കുകയാണ്.